മൊത്തം സത്യമായിട്ട് പഠിക്കും. മൊത്തം പഠിക്കും, മൊത്തം പഠിക്കും. ഞാൻ പഠിക്കും. നിങ്ങൾ ഈ ഞാൻ ഓണായിരിക്കും. എന്റെ അവസ്ഥ കൊണ്ടാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു ചേട്ടാ. അല്ല ഞാൻ പറയാം 250 രൂപ ഇപ്പം തരാം. പറയുന്നത് കേക്ക്. അല്ല 250 രൂപ ഇപ്പം തരാം. അല്ല ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ. ഹലോ ഹായ് നമസ്കാരം, ഞാനിത് അനൂപാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുലുമാലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഗുലുമാല് ഒരു ഇതുവരെ കണ്ടൊരു ഫോർമാറ്റിലല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇതിന് നമ്മൾ ഇരയായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഗുലുമാലിൻ്റെ ഷാൻ ചാർലി തന്നെയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഗുലുമാലിലെ ഷാനിനെ വിളിച്ചിട്ട് ഞാൻ അവനൊരു സമ്മാനവും പരിപാടിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നിട്ട് ഇവൻ്റെ മുടി മൊട്ടയടിക്കണമെന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ഇന്ന് ഷാനെ കൊണ്ട് മുടി മൊട്ടയടിപ്പിക്കാൻ പോവുകയാണ്. പല കാരണങ്ങളുണ്ട്. ഇന്ന് ഷാനിനെ കൊണ്ട് മുടി മൊട്ടയടിപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ. ഒരു കാരണവശാലും ഒരുപക്ഷെ നമുക്ക് അവനെ കൊണ്ട് മൊട്ടയടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മച്ചാൻ ഞാൻ വേറൊരു പണി കൊടുക്കും. അതൊരു ഇന്റർനാഷണൽ പണിയായിരിക്കും. എന്താണെന്ന് നോക്കിയിരുന്നുള്ളൂ, മിസ്സാക്കണ്ട. നീ ഹോളിഡേ തന്നെ അല്ലേടാ? നീ ക്രൗൺ പ്ലാസ ഒന്നും അല്ലല്ലോ. നീ ഇവിടെ എന്തിനാടാ വന്നത്? ആ നിന്റെ മീറ്റിംഗ്. മീറ്റിനകത്തൊന്നും പൊക്കരുത് കേട്ടോ. എവിടെ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ചേച്ചി നമസ്കാരം. അല്ല ഒരാളെ വിളിക്കാൻ വന്ന ചേച്ചി. ഇവനെ ആരാ ചേച്ചി ഹോട്ടലിൽ കയറ്റിയ? ശരി കയറി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓ നല്ല വിശേഷം. കൊറേ കാലം മുദ്ര കണ്ടിട്ട്. കൃഷി തുടങ്ങി നാട്ടില്. എന്ത് കൃഷി? വാഴക്കൃഷി. സത്യം? പിന്നെ ഭയങ്കര ലാഭം. നീ പണിയെടുക്കാൻ തീരുമാനിച്ചു ഷാനെ? ഒരു കാര്യം ആലോചിക്കണം, നല്ല ലാഭമുള്ള ബിസിനസ്. വീട്ടിലപ്പോ ഒരു അഗ്രികൾച്ചർ പരിപാടിയാണ്. സത്യമാ. നീ വീട്ടിലുള്ളപ്പോ നീ അഗ്രികൾച്ചർ, വീടിന് വെളിയിൽ പോയി ഒരു കൾച്ചർ ഇല്ലാത്തവൻ. സത്യം പറയട്ടെ, നീ ഗുലുമാലിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ. അല്ല നിന്നെ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും. നല്ലതായിട്ട് വന്ന ഒരു പ്രസ്ഥാനം എങ്ങനെ നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും. പക്ഷെ പലപ്പോഴും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതേ, നീ ഇപ്പൊ ഷാൻ ഗുലുമാലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ചില സമയത്ത് ചില എപ്പിസോഡുകളൊക്കെ മോശം എപ്പിസോഡുകൾ. അത് നീ ഒരു മോശം എപ്പിസോഡിനെ ഷാൻ വരുമ്പോഴത്തേക്കും അത് വളരെയധികം അല്ല തകർത്ത് തരിപ്പണമായി കളയും. ഞാനിവിടെ കൊച്ചിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു 100 വട്ടം വിളിക്കും. ഇപ്പൊ വരാം 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം തന്നെ പോസ്റ്റ് അടിപ്പിച്ചിട്ടുണ്ട്. എന്തോ സ്നേഹം, എന്തോ ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞത് ഒരു എപ്പിസോഡ് ഞാൻ പ്ലാൻ ചെയ്യും. എന്ന് നമ്മൾ ഈ കാരണത്തിരുന്നിട്ട് ആർട്ടിസ്റ്റുകളെ പ്രാങ്ക് ചെയ്തിട്ടോ എന്നല്ല, കാര്യം കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ഷാനിനെ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. നിന്നെ ഒന്ന് സുന്ദരനാക്കി തരണം. ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്തു പോകും, പക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങള് എനിക്ക് പൈസ ചെലവാക്കി എന്നെ സത്യോടാ നീ വിശ്വസിക്കാനെ. ഈ ക്യാമറയുടെ മുമ്പ് ഞാൻ കള്ളം പറയും? ഏതെങ്കിലും എപ്പിസോഡ് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലടാ. ഇത് ഞാൻ ഡിഫറെന്റ് ആയിട്ട് ഒരു എപ്പിസോഡ് ചെയ്യാം. അപ്പൊ നീ ഹോളിഡേയിലുണ്ട്, നീ വിളിച്ചു ഇവിടെ ഉണ്ടെന്ന് കരുതുമ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. സൂപ്പർ ആക്കി തരും. ഇന്ന് വേറെ സ്റ്റൈൽ ലുക്ക് മാറ്റം. യൂറോ കപ്പ് ഒക്കെ അല്ലേ? യൂറോ കപ്പ് കോപ്പ അമേരിക്ക വരുന്നുണ്ട്. യൂറോ കപ്പ് ഒക്കെ അറിയാവോ? ഞാൻ ഇപ്പൊ പറഞ്ഞത് അല്ല, അറിയില്ല ഫുട്ബോളിനെ കുറിച്ചൊക്കെ.
നമസ്കാരം. വാ വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് മലയാളം ചെറുതായിട്ട് അറിയത്തുള്ളൂ, ഹിന്ദിയാണ്. കിങ്സ്ലി ഓണറാണ്. ഒട്ടും അറിയത്തില്ല മലയാളം. മലയാളം മാത്രമേ വരുന്നവരെ കൈയടിച്ചിട്ട് ഫുൾ സെറ്റ് ആക്കി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ആക്കിയത്. ഗോൾഡ് ഗോൾഡ് ടാസ്ക് ഫുൾ ഹെയർ ട്രിം ചെയ്യാനുള്ള ടാസ്ക്കാണ് വന്നത്. മുടി ഫുൾ ക്ലീൻ ഷേവ് ചെയ്യാനുള്ള ടാസ്ക്. അയ്യോ സംഭവം പറ്റത്തില്ല. എനിക്ക് മുടി കളർ ചെയ്താൽ മതി. മുടിയെ കളർ ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെയോ വരയ്ക്കണമെന്ന് പറഞ്ഞു. മുടി വിട്ടിട്ടാ ആളെന്ന് ആർക്ക് പറഞ്ഞു? ഷേവ് ചെയ്യാനാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലീൻ ഷേവ് ചെയ്യാൻ വേണ്ടി. മുടിയോ? എന്റെ പൊന്നെ വേണ്ട വേണ്ട വേണ്ട. മുടി വെട്ടത്താ വിളിച്ചേ? മുടി വെട്ടത്താ. അയ്യോ എന്തിനു അയ്യോ നെഞ്ചു കത്തിപ്പെട്ടത് പറഞ്ഞപ്പോ തന്നെ. മുടി വെട്ടിക്കളാലോ. ഇത്ര വർഷം കൊണ്ട് വളർത്തുന്ന മുടിയാണെന്നറിയോ? അല്ല ഇപ്പൊ ഒരു കാര്യം ചെയ്യും, മുടി അത് കളറൊക്കെ ചെയ്ത് സെറ്റാക്കി. ഷേവ് ചെയ്യണ്ടാവുന്നാണല്ലോ പറഞ്ഞത്. എന്നാ മുടി ക്ലീൻ ചെയ്യാൻ അല്ല ഞാൻ എന്തല്ലോ മൊത്തം സത്യമായിട്ട് പഠിക്കേ. ഇതൊന്ന് അങ്ങോട്ട് നോക്ക്. മോശം കാണിക്കല്ലോ. മോശമല്ല, മൊത്തം മോശം ഇവരെല്ലാവർക്കും അയ്യോ മൊത്തം പഠിക്കും, മൊത്തം പഠിക്കും. ഞാൻ പഠിക്കും. നിങ്ങൾ ഈ ഉത്തരം ഞാൻ ഓണായിരിക്കും. നിന്നെ വെറുതെ വിടുന്ന ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഇരി, കുഴപ്പമില്ല. നിന്നെ ഫ്രീ ആയിട്ട് വിടണമെങ്കിൽ നീ റോഡിൽ കൂടെ വരുന്ന ഏതെങ്കിലും 1-2 ആൾക്കാരെ മുടി മുട്ട അടിപ്പിക്കണം. റോഡിൽ കൂടെ പോകുന്നിടത്ത് പോയി 2 അടി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ പോയി കൊടുക്കും. അല്ല അവരെ കൊണ്ട് എന്തെങ്കിലും പറ, അത് നിന്റെ ടാസ്ക്. അല്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് മുട്ട അടിപ്പിക്കും. അവിടേക്ക് അത് ചെയ്യണം. നടക്കുന്ന കാര്യമാണ്. അപ്പൊ റോഡിൽ കൂടെ പോകുന്ന ആരെങ്കിലും അല്ല അപരിചിതരെ, സ്ട്രേഞ്ചേഴ്സിനെ ഹെയർ ഷേവ് ചെയ്യിപ്പിക്കണം. ആ ടാസ്ക് ഏറ്റെടുത്ത് നിന്നെ ഇപ്പൊ വെറുതെ വിടും. അല്ലെങ്കിൽ നേപ്പാളി എന്നൊക്കെ വന്നിട്ടുള്ള ഇവര് നീ വിചാരിക്കുന്ന സ്റ്റൈലിസ്റ്റല്ല, ഇവര് കില്ലേഴ്സ് ആണ്. ഏറ്റെടുക്കാമെന്ന് നിന്നെ വെറുതെ വിടും. ഇല്ലെങ്കിൽ നീ ഗുലുമാലിൽ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ ആണോ? സമ്മതിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. 1-2 ആൾ മതി. അപ്പൊ ഞാൻ തന്നെ അല്ല പിന്നെ ഞങ്ങളെല്ലാം വരാം. എടാ നിന്റെ ടാസ്ക് നിനക്ക് തരുന്ന ടാസ്കാണ്. അതെനിക്ക് മനസ്സിലാകണ്ട. അപ്പൊ ഇത് മെഷീന് എന്നെ തന്നുള്ളൂ. മെഷീനും തരത്തില്ല, ആരെങ്കിലും കൊണ്ടുപോകും. ഇവിടെ നിന്നും വിടത്തില്ല, റോഡിലേക്കൊന്നും ഞങ്ങൾ തരില്ല. ഓക്കെ എന്നാ വിട്ടോ. എന്നാ ഇവനെ ഇന്നത്തേക്ക് റിലീസ് ചെയ്തേരാം. ഓക്കെ. അയ്യോ കിങ്സ്ലി ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കിങ്സ്ലി ഇവിടെ സൂപ്പർ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട്. ഹെയർ സർവീസ് ആണ്. ഇഷ്ടംപോലെ സെലിബ്രിറ്റി ഇല്ലേ? ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ ഇന്നൊരു ആശയം വന്നപ്പോ ഇങ്ങോട്ട് വിളിച്ചു വന്നതാണ്. ഞാനത് ചോദിച്ചായിരുന്നു വീട്ടിൽ വന്നേന്ന് പറഞ്ഞു. അയ്യോ അവർ വിളിച്ചപ്പോൾ എന്നു പറഞ്ഞാൽ ഒരു 2 മണിക്കൂറിനകത്ത് വന്നു പറഞ്ഞു. ശരി നല്ല ചേട്ടാ. എന്താ ചെയ്യുന്നു? പ്രശ്നോ? എവിടെ വീടെവിടാ? എൻ്റെ വീട് ഇവിടെ തഴവയില്ല, അടുത്ത IT കമ്പനി വർക്ക് ചെയ്യും. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനൊരു ചെറിയൊരു വിഷയത്തിൽ പെട്ട് നിൽക്കുമായിരുന്നേ. ഞാനൊരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നേർച്ച പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, തല മുട്ടയടിക്കാൻ വരണം. അപ്പം എൻ്റെ മുടി മുട്ടയടിക്കാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലുള്ള ആരെങ്കിലും മുട്ടയടിക്കുന്ന കേസ് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ കൊച്ചച്ഛൻ
ഏറ്റതാ മുട്ടടിക്കാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം മുട്ടടിക്കാൻ നല്ല ഏറ്റതാ. പുള്ളി ഇവിടുന്ന് പോയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടിലോറി തട്ടി പുള്ളിയെ. മുട്ടയായിട്ട് പോയ പാണ്ടിലോറിയാണ് തട്ടിയിട്ട് എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ. പാണ്ടിലോറി ഇടിച്ചിട്ടേ അല്ല അല്ല ഏട്ടാ, പുള്ളിക്ക് കുഴപ്പമൊന്നും പറ്റില്ല. സംഭവം പാണ്ടിലോറി തട്ടിയിട്ട് മുട്ടയെല്ലാം പൊട്ടിയിട്ടേ പുള്ളിയുടെ ദേഹത്ത് 2-3 മുട്ട എങ്ങാണ്ട് തെറിച്ച് വീണ് പുള്ളി ഏതോ പൈപ്പിൻ്റെ വീട്ടിലെങ്ങാണ്ട് കുളിച്ചിട്ട് പുള്ളി വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ പുള്ളി വീണ്ടും കോയമ്പത്തൂർ അങ്ങാണ്ട് പോയി. സത്യം പറഞ്ഞാൽ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൊച്ചച്ഛൻ്റെ രൂപസാദൃശ്യമുണ്ട്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുക. സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേർച്ച പറഞ്ഞേക്കുക. മുട്ടയടിക്കാന്നാണ് പറഞ്ഞത്. തലയെ മുട്ടയടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൊച്ചച്ഛനെ പോലെ തന്നെ ഇരിക്കുന്നു ചേട്ടനെ കണ്ടിട്ട്. ഒന്ന് മുട്ടയടിക്കാനുള്ള മാർഗം വല്ലതും ഉണ്ടോ? ചേട്ടാ അല്ല, എനിക്ക് IT കമ്പനിയിൽ കയറേണ്ടേ അല്ലേ. ഞാൻ അവിടെ ഇപ്പം അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അടുത്ത പോസ്റ്റിലേക്ക് വേണമെങ്കിൽ ഞാൻ നേർച്ച പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നേർച്ചയ്ക്ക് വേണ്ടിയല്ലേ ചേട്ടൻ എന്നെ സ്വന്തം അനിയനെ കൊച്ചച്ഛനെ പോലെ കണ്ടിട്ട് കൊച്ചച്ഛനെ ഞാൻ വിളിച്ചു പോയി. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. നിങ്ങളൊന്നും സഹകരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതന്നെ മുടിയില്ലല്ലോ കേട്ടോ. അപ്പം പിന്നെ എൻ്റെ അവസ്ഥ കൊണ്ടാണ്. നിങ്ങളൊന്നും സഹകരിക്കും. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. എന്താന്ന് വെച്ചാൽ തരാം. ഒരു 50 രൂപ. ഒരു കാര്യം ചെയ്യും. ഒരു 100 രൂപ. ചേട്ടാ 100 എന്നുള്ള 200 ആക്കി തരാം. ഒരു 200 രൂപ ഒന്ന് ചെയ്യാം. എനിക്ക് ജോലിയുടെ കാര്യത്തിനാണ്. ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്ന് കൊച്ചിട്ട ഞാൻ ഉള്ള കാര്യം പറയാം. കൊച്ചിട്ട ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടാണ് കൊച്ചിട്ട. ഞാൻ കൊച്ചിട്ട ഒന്ന് ആലോചിച്ച് പോട്ടെ. ഞാൻ 500 രൂപ പൈസയുടെ ഒന്നും കൊണ്ടല്ല, മോനൊരു ജോലി കിട്ടുന്ന ഇതായതുകൊണ്ട് ഞാൻ സമ്മതിച്ചോ. ഞാനപ്പോൾ ആളെ വിളിക്കട്ടെ. ബാർബർ ഷാപ്പ് ഒന്നുമില്ല ഇവിടെ. അല്ല, ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായതുകൊണ്ട് പെട്ടെന്ന് ഒരാളെ ഞാൻ എൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ നാളെ വിളിച്ചാൽ മതി. ആ, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഇദ്ദേഹമാണേ. എവിടെ എനിക്ക് കസരയുണ്ട്. ഫുള്ള് മുട്ട. എന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ മുടി വെട്ടാനായിട്ട് ഇരുന്നായിരുന്നു കൊച്ചു. ഇതെല്ലാം ഈശ്വരൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഒന്ന് ഈശ്വരനോടൊന്ന് പറഞ്ഞേരം. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ മുട്ടയടിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേരെ. ഞാൻ പറയുന്ന പോലെ ഒന്ന് പ്രാർത്ഥിച്ചേരെ. ഒന്ന് പറഞ്ഞേരെ. ഈശ്വര, എൻ്റെ മോന് വേണ്ടിയാണ്, ഷാൻ മോന് വേണ്ടിയാണ് ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അവൻ്റെ സ്വന്തം കൊച്ചച്ഛൻ അവനെ ചീറ്റ് ചെയ്തു. പക്ഷെ അതിന് എനിക്ക് പിറക്കാതെ പോയ മോനാണ് ഷാൻ മോൻ. ഇപ്പൊ ഒന്ന് പറഞ്ഞേരെ. എനിക്ക് മോനാണ് ഷാൻ മോൻ. അവന് വേണ്ടിയാണ് ഞാൻ മുട്ടയടിക്കുന്നത്. ഒന്ന് പറഞ്ഞേരെ. അവന് വേണ്ടിയാണ് ഞാൻ മുട്ടയടിക്കുന്നത്. എന്നെ പിറക്കാതെ പോയ മോന് വേണ്ടിയാണ് ഞാൻ മുട്ടയടിക്കുന്നത്. ഓക്കെ, അനുഗ്രഹിച്ചേട്ടോ. കുട്ടി കൊച്ചാ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ. അക്കൗണ്ടിലേക്ക് പൈസ ഒന്ന് വരണേ. പൈസയുടെ ഇതൊന്നും വെച്ചല്ല, നമുക്ക് ജോലി കിട്ടുന്ന കാര്യം. അത് സത്യം പറഞ്ഞാൽ കൊച്ചത്തിനോട് ഞാൻ നമിച്ചിരിക്കുക. ഇപ്പോഴേ കൊച്ചച്ഛൻ അതിനോട് തിരിഞ്ഞ്. അപ്പൊ കൊച്ചച്ഛൻ്റെ കാര്യം ചെയ്യും. ഇപ്പൊ ഞാൻ 500 രൂപയല്ലേ തരാമെന്ന് പറഞ്ഞത്. 250 രൂപ ഇപ്പം തരാം. നാളെ ഞാൻ രാവിലെ പുള്ളിക്കെന്തോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയാം. 10 മണിക്കല്ലേ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാളെ അങ്ങനെ ആണെങ്കിൽ പുള്ളിയെ കൊണ്ട് വന്നാൽ മതി. ഒന്ന് നടത്തിക്കോ. നിങ്ങൾ നടത്തി
അത് നടക്കത്തില്ല, അത് ഒട്ടിച്ച് പോയാൽ മതി. അല്ല ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു ചേട്ടാ, അല്ല ഞാൻ പറയാം 250 രൂപ ഇപ്പം തരാം. പറയുന്നത് കേക്ക്. ബാർബർ ഷോപ്പ് ഒന്നും ഇല്ല, മര്യാദയാണ്. അല്ല 250 രൂപ ഇപ്പം തരാം. അത് നടക്കുന്ന കാര്യം മൊത്തം ഒട്ടിച്ച് പോയാൽ മതി. അല്ല ബാർബർ ഷോപ്പ് ഒന്നും ഇല്ല, കാര്യം നടക്കുന്ന പരിപാടിയല്ല. അല്ല പുള്ളിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്നേ. 250 രൂപ ഇപ്പം തരാം. നാളെ രാവിലെ ഞാൻ പുള്ളിയെ വിളിച്ചോണ്ട് 250 രൂപ തന്നിട്ട് ബാക്കി വെട്ടിയാൽ മതിയെന്നേ. നമുക്ക് പോവാം. അല്ല ഞാൻ കസര എടുത്തോ, നിങ്ങൾക്ക് വേണ്ട എവിടെ അടുത്ത ആളെ വെട്ടണ്ടല്ലോ. അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യത്തിനായില്ല ഞാനിത് സംഭവിച്ചു. എന്റെ കൊച്ചച്ച എന്നാ വെട്ട്. പക്ഷെ 250 രൂപ ഒക്കെ ഉള്ളു. അല്ല ഞാൻ എന്റെ തൊഴിലാളികൾ അവരെടുത്ത് വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തല അങ്ങ് വെട്ടിക്കളയും. പിന്നെ തല കാണത്തില്ല മുടി വെട്ടാൻ. വെട്ടാൻ പറഞ്ഞാൽ പുള്ളിക്കാരൻ തല അങ്ങ് വെട്ടിക്കളയും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ബാക്കിയുള്ള വെട്ട്. മീശയോടെ അങ്ങ് എടുത്തല്ലോ പകുതി. ചേട്ടാ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഗുലുമാല എന്ന് പറഞ്ഞ ഷോ ആയിരുന്നു. എനിക്ക് തന്നൊരു ടാസ്ക് ആയിരുന്നു സംഭവം. ഒരു ഗുലുമാല എന്ന് പറഞ്ഞ ഒരു ഓൺലൈനിലെ ഷോ ആണ്. ഇതാണ്ട് ക്യാമറ ഉണ്ട്, അവിടെ വിളിച്ചു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ക്യാമറ ചേട്ടന് പൈസയ്ക്ക് വേണ്ടിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞ പൈസ ഫസ്റ്റ് പറഞ്ഞ മുടി വെട്ടിയെ തരാന്ന് പറഞ്ഞ പൈസ ഒന്ന് ക്ലീൻ ചെയ്താ ചേട്ടനെ ഒന്ന് സെറ്റാക്കിയ. ഞങ്ങളുടെ ഗുലുമാന്റെ വക സമ്മാനോടുണ്ട്. ഞാൻ പറഞ്ഞ പൈസ കൊടുത്തു, അത് കഴിഞ്ഞ് ഗുലുമാന്റെ വക ഒരു സമ്മാനമുണ്ട്. ഓക്കെ, സന്തോഷമല്ലേ പറയാട്ടാ. ഞാനേ ഒരു സങ്കടത്തിലായിട്ടാണ്. എൻ്റെ കൊച്ചച്ഛൻ്റെ കുഞ്ഞമ്മയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ കൂട്ടിരിക്കട്ടായിട്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഒരു 12 വർഷം കൊണ്ട് ഞാൻ IT കമ്പനിയിൽ അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക. ഒരു 12 വർഷം കൊണ്ട്. അപ്പം എങ്ങനെ അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അച്ഛാ. അപ്പം 12 വർഷമായി ക്ലീനിങ് സ്റ്റാഫാണ്. അപ്പോൾ ഞാൻ ഒരു അമ്പലത്തിലൊരു ചെറിയൊരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൊച്ചച്ഛനാ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞമ്മയുടെ ഭർത്താവെന്ന് പറഞ്ഞില്ലേ, പുള്ളി ചെയ്തോളാന്ന് പറഞ്ഞതാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈവിട്ട് പോയി നിൽക്കുക. അപ്പം സംഭവം വേറെ ഒന്നുമല്ല, ഈ തല മുട്ടയടിക്കണമെന്നായിരുന്നു ഞാൻ നേർച്ച പറഞ്ഞേക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവിനെ പോലെ തന്നെ ഇരിക്കുക ചേട്ടൻ, ഒരു മാറ്റമില്ല. ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ചേട്ടനൊന്ന് മുട്ടയടിക്കാൻ എനിക്ക് വേണ്ടി ഒരു നേർച്ച. അല്ല അച്ഛാ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. എന്തോ ഒന്നും അച്ഛന് മനസ്സിലായില്ല. ശ്രദ്ധിച്ചാൽ ഇത് കാര്യം കേൾക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കുക. കാത് വെച്ച് ശ്രദ്ധിച്ചായിരുന്നില്ലേ? കാത് വെച്ച് ശ്രദ്ധിച്ചായിരുന്നു. ചേട്ടാ വേറെ ഒന്നും അല്ല ചേട്ടാ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സംഭവം എന്ന് പറഞ്ഞൊരു എൻ്റെ കയ്യിൽ ഇപ്പോൾ അതേ ഉള്ളൂ, ഒരു 500 രൂപ തരാം. വേണമെങ്കിൽ ഒരു കുപ്പിയോട് എടുത്ത് തരാം. മുട്ട അടിക്കുക. അതിപ്പോൾ ആള് ഞാൻ എൻ്റെ വണ്ടിയിലിരിപ്പുണ്ട് ആള്. ഇപ്പം ഞാൻ മുട്ട അടിക്കുന്നില്ല. അല്ല ചേട്ടാ, ഞാൻ 500 രൂപ തരാം, ഒരു കുപ്പിയും തരാം. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിലിരിപ്പുണ്ട്, കുപ്പി ഇരിപ്പുണ്ട്. ഇപ്പോൾ ശരിയായിട്ടില്ല. ചേട്ടാ ഞാൻ കാല് പിടിക്കാട്ടോ. ചേട്ടൻ്റെ എൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവിനെ വലിയ നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവിനെ പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ചേട്ടനൊന്ന് മനസ്സിലാക്കി കേട്ടോ. എൻ്റെ ഒരു മകനെ പോലെ മനസ്സിലാക്കി ഒന്നും ചെയ്യാട്ടോ. ഞാൻ എൻ്റെ കാല് പിടിക്കാട്ടോ. 500 രൂപ ഞാൻ ഉറപ്പായിട്ട് തരാം. ഒരു കുപ്പി എൻ്റെ ജയിക്കുന്ന സാധനമാണ് ഇട്ടാമട്ട. അതുകൊണ്ടാണ് ഞാൻ മുട്ട അടിക്കുന്നില്ല ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ പൈസ ഞാൻ ഇപ്പം തന്നെ തരാൻ വേണമെങ്കിൽ. ചേട്ടൻ പൈസ ഇപ്പം തന്നെ തരാം. ചേട്ടൻ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു പൈസ തരാം. അതുകൊണ്ടാണ് ഞാൻ വിളിക്കട്ടെ ആളെ. ഞാൻ വണ്ടിയിൽ ഇരിപ്പുണ്ട് ആളെ. ഒന്ന് എനിക്ക് വേണ്ടി ചേട്ടാ ഇരിക്കട്ടെ. ചേട്ടാ ഒന്ന് മനസ്സിലാക്കി ചേട്ടാ. എനിക്ക് കുറച്ച് മുടിയുള്ള ഇനി മുട്ട അടിച്ചാൽ അങ്ങനെ കുഴപ്പമില്ല ചേട്ടാ. ഒരു 10-15 ദിവസം കഴിഞ്ഞ് മുട്ട വളർന്ന് മുടി വെച്ച് ഇവിടം വരെ താഴെ വരെ വരും ചേട്ടാ. ഇത് പുള്ളി ഞാൻ എൻ്റെ കൂടെ ബാർബർ മുട്ട അടിക്കാൻ വരുന്ന പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായ ബിരുദം നേടിയ ഒരാളാണ്. അയാളൊരു രക്ഷയില്ല. ഞാൻ മുട്ട അടിക്കുന്നില്ല ചേട്ടാ. ഞാൻ നിങ്ങളുടെ കാല് കൊടുക്കാം. ഞാൻ 500 രൂപ ഉറപ്പായിട്ട് 500 രൂപ ഉറപ്പായിട്ട് എൻ്റെ 500 രൂപ ഉറപ്പ് കുപ്പി എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ചേട്ടനോട് നമുക്ക് തരുന്നുണ്ടോ. ഞാൻ 500 രൂപ ചേട്ടന് കൊടുക്കും. നമ്മളൊരു ഉപകാരവും ആവും, നമുക്ക് കാശുണ്ട്.
അച്ഛാ പറഞ്ഞു ഉപകാരമാവും നമുക്ക് 500 രൂപ. അത് മാത്രമല്ല എൻ്റെ കുപ്പി ഇരിപ്പുണ്ട് അച്ഛൻ കഴിക്കുമോ നമുക്കൊന്ന് കൂടാൻ ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഞാൻ ആളെ വിളിക്കട്ടെ ഒന്ന് സമ്മതിക്കും എനിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ദൈവമാണ് കേട്ടോ എൻ്റെ കൊച്ചച്ഛൻ ചെയ്യാത്ത പരിപാടി എൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവ് ചെയ്യാത്ത പരിപാടി നിങ്ങൾ ചെയ്യുന്നത് ആ ചെയ്തോളൂ ഹലോ ആണോ ആ ഓക്കെ സാറേ ആ ഓക്കെ സാറേ ആ ആണോ ആ ജോലി കിട്ടിയോ ഞാൻ വിളിക്കാം സാറേ ചേട്ടാ എനിക്ക് ജോലി കിട്ടിയിരുന്നു മറ്റേ ക്ലീനിങ് സ്റ്റാഫിൽ നിന്ന് മാനേജറിലേക്ക് പെട്ടെന്ന് പോസ്റ്റായി ചേട്ടൻ 500 രൂപ തരാമെന്നായിരുന്നു പറഞ്ഞതേ അപ്പം ഞാൻ 250 രൂപ അങ്ങ് തരാം ആ അല്ല എനിക്ക് ജോലിയായി ഉറപ്പിച്ച് ജോലി കിട്ടി 250 രൂപ പറ്റത്തില്ല. അല്ല ചേട്ടൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വെട്ടിച്ചോ ഞാൻ അപ്പം ചേട്ടാ നിങ്ങൾ വിട്ടോട്ടോ എന്നാ ഇല്ല നിങ്ങൾ പോയിക്കോ നിങ്ങൾ പോയിക്കോ പറ്റത്തില്ല. 250 രൂപ. എന്താ? 500 രൂപ തരാന്ന് പറഞ്ഞാ. അല്ല നിങ്ങൾ പോയിക്കോ 500 രൂപ തരാന്ന് പറഞ്ഞാ മുട്ട അടിപ്പിച്ചോ അല്ല ചേട്ടാ ഞാൻ പറഞ്ഞ എനിക്ക് ജോലി കിട്ടി എനിക്ക് ജോലി ഞാൻ പറയുന്നു. ഇപ്പൊ ഞാൻ ക്ലീനിങ് സ്റ്റാഫിൽ നിന്ന് നമ്മുടെ മാനേജർ പോസ്റ്റിലേക്കാണ് ഇപ്പൊ അവിടുത്തെ സാറാ വിളിച്ചത് ആരെങ്കിലും നോക്കടേ എന്റെ തലമുട്ട അടിച്ചിട്ട് എന്തോടെ പറയുന്നത്? അല്ല ഞാനെന്ത് എനിക്ക് ജോലി കിട്ടി ഇനി എന്തിനാ ഞാൻ എന്താ ചേട്ടാ ഞാൻ പറഞ്ഞില്ല എനിക്ക് നിങ്ങൾ പറഞ്ഞ ജോലി കിട്ടി പിന്നെ എന്തിനാ ഞാൻ ഞങ്ങൾ പൈസ തരുന്ന എന്തിനാ അല്ല ഞാൻ ചോദിക്കുന്നതല്ല എനിക്ക് ചേട്ടാ എനിക്ക് ജോലി കിട്ടി പിന്നെന്തിനാ ഞാൻ പൈസ തരുന്ന ഇനി ചേട്ടാ എനിക്ക് ജോലി കിട്ടി കേട്ടോ അല്ല ചേട്ടാ ഞാൻ പറഞ്ഞേക്കെ എനിക്ക് ജോലി കിട്ടി ഇനി എന്തിനാ ഞാൻ അല്ല അവന്മാര് പോയി പറഞ്ഞു കിട്ടി ഞാൻ ചേട്ടൻ പറയുന്നൊന്നും കേട്ടോ അല്ല ചേട്ടാ എനിക്ക് ജോലി കിട്ടി ഇനി എന്തിനാ നിങ്ങൾ നീ അല്ല ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ എന്തോ മുടി വെട്ടിയിട്ട് പോയാൽ മതി. ചേട്ടാ ഞാൻ പറയാം എനിക്ക് വെട്ടാൻ അറിയത്തില്ല ചേട്ടാ വെട്ടിച്ച ആളിനെ കൊണ്ടുവന്ന് വെട്ടിക്കണം. മുടി വെട്ടിയ ആൾ വന്ന് മുട്ട അടിക്കണം. ബാക്കി ചേട്ടാ ഞാൻ പൈസ ഒന്നില്ലേ 150 രൂപ 250 രൂപ 250 രൂപ തരാന്ന് പറഞ്ഞ 500 രൂപ ബാക്കി വഴി. ഇപ്പൊ ചേട്ടൻ എന്താ മൊത്തം വെട്ടിയ വിഷയമൊന്നും മൊത്തം വെട്ടണം മുട്ട അടിച്ചു തരണം ബാക്കി വഴിക്ക് 500 രൂപ കൊടുക്കും. ഹലോ ഒന്ന് ഇങ്ങോട്ടൊന്ന് വരൂ എന്നെ ഇവർ വിടത്തില്ല നിങ്ങൾ മുട്ട അടിച്ചില്ല നിങ്ങൾ അവിടെ പോയി ഇരുന്നോടെ പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ ഓടിപ്പോയത് ഇങ്ങോട്ടൊന്ന് വാ പുള്ളിക്കാരനെ മുട്ട അടിച്ചു കൊടുക്കുക എനിക്ക് ജോലിയും കിട്ടി വാ ഇങ്ങോട്ട് വാ ചേട്ടൻ ഇവിടെ ഇരിക്കാന്നെങ്കിൽ മുട്ട അടിച്ചു തരും ഞാൻ പറഞ്ഞിട്ട് ആരും ഓടത്തില്ല ചേട്ടൻ മുട്ട അടിച്ചു തരും ചേട്ടാ ടെൻഷൻ ഒന്നും അടിക്കണ്ട ഇത് സത്യം പറഞ്ഞാൽ ഗുലുമാൽ എന്ന് പറഞ്ഞ ഷൂട്ടായിരുന്നു ചേട്ടൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ചേട്ടന് പണി തന്നത് എൻ്റെ ക്യാമറ ഇരിക്കുന്നുണ്ടോ ഇത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെ ഇതുണ്ടോ മനസ്സിലായോ ചേട്ടാ ടെൻഷൻ അടിക്കണ്ട ബാക്കി തണ്ട ഇദ്ദേഹം വടിച്ച് ക്ലീൻ ചെയ്ത് തരും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ വാക്കുണ്ട് 500 രൂപ ഞാൻ തരുമെന്ന് ചേട്ടൻ പൈസ ഒന്നും പ്രതീക്ഷ അല്ല എനിക്ക് മുട്ട അടിച്ചെന്നുള്ളത് എനിക്കറിയാം എനിക്കൊരു ജോലി കിട്ടണമെന്ന് വിചാരിച്ചാൽ ആദ്യമേ ആ പൈസ തരുന്നത് ഇത് ഗുലുമാലിൻ്റെ വക ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു ഓക്കെ സന്തോഷമായോ